നിങ്ങൾക്കൊരു രാക്ഷസനെ പ്രണയിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവനെ കണ്ടെത്തി പ്രണയിക്കൂ. കെപ്ലർ ലെവറൻ ഡി ഫെറൈറ എന്ന പെപ്പെ. പോർച്ചുഗീസ് ഫുട്ബോളിന്റെ പകരം വെക്കാനില്ലാത്ത പോരാളിയാണ് ഈ പെപ്പെ. റിയൽ മാഡ്രിഡിന് വേണ്ടി എണ്ണിയാലുണ്ടാകാത്ത കിരീട നേട്ടങ്ങളിൽ അവരുടെ പ്രതിരോധത്തിന്റെ പതാകവാഹകനായി ഒരു രാക്ഷസന്റെ വീര്യത്തോടെ എതിരാളികളുടെ മുന്നേറ്റങ്ങളെ നിർദ്ദയം കടിച്ചു കീറിയ വേട്ടപ്പട്ടിയുടെ മുഖമുള്ള അതിക്രൂരനായ രാക്ഷസൻ, മാടപ്രാവിന്റെ മനസ്സുള്ള ക്രൂരനായ രാക്ഷസൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പെപ്പയെ വിളിക്കാം. പ്രായം 41 കഴിഞ്ഞാലും അയാളിലെ പോരാളിക്ക് ഒരു തൂക്കം പോലും കുറവ് വരില്ല എന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന പ്രകടനത്തിലും അയാൾ തെളിയിക്കുകയായിരുന്നു. യൂറോകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രായത്തിനെ മറികടന്നുള്ള പ്രകടനത്തിനെ ആരാധകർ വാഴ്ത്തുമ്പോൾ തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ട മറ്റൊരു പ്രകടനമാണ് പെപ്പെ എന്ന് ലെവറൻ ഡി ഫെറൈറ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പെപ്പെ ഒരിക്കലും ആഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത താരം തന്നെയാണ്. പെപ്പെ അർഹിക്കുന്ന അംഗീകാരം ഇതുവരെയും കിട്ടിയിട്ടില്ല. പെപ്പെ മസ്റ്റ് സെലിബ്രേറ്റഡ്. തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ട താരം തന്നെയാണ് പെപ്പെ. കാരണം അയാൾ നേടിയതൊന്നും മറ്റാർക്കും അത്ര വേഗത്തിൽ നേടാൻ കഴിയില്ല. അയാൾ ജനിച്ചു വളർന്നത് ബ്രസീലിലാണ്. ബ്രസീലിലെ ആ നശിച്ച ബാല്യകാലത്തിൽ തന്നെ ആരും കളിക്കാൻ കൂട്ടാതിരുന്നതിന്റെ വൈരാഗ്യം വെറിയായി മനസ്സിൽ സൂക്ഷിച്ച താരം പാതയോരങ്ങളിൽ നിന്നും കിട്ടുന്ന ബിയർ ബോട്ടിലുകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടായിരുന്നു തന്റെ ഫുട്ബോൾ ജീവിതം ആരംഭിച്ചത്. 16-ാമത്തെ വയസ്സിൽ ബ്രസീലിൽ നിന്ന് കുടുംബം പോർച്ചുഗലിലേക്ക് ചേക്കേറുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ബ്രസീലിയൻ ക്ലബായിട്ടുള്ള കൊറിന്ത്യൻസിൽ തന്റെ സ്ഥാനം കണ്ടുപിടിച്ചിരുന്നു. അവിടെ അദ്ദേഹത്തിന് കാര്യമായ പ്രകടനം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ 16-ാമത്തെ വയസ്സിൽ അയാൾ എത്തുന്നത് മാരിറ്റിമോയുടെ ബി ടീമിലായിരുന്നു. അവിടെ ഒരു രക്ഷയുമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സീസണിൽ അദ്ദേഹത്തിനെ അവർ തങ്ങളുടെ മെയിൻ ടീമിലേക്ക് കൊണ്ടുവന്നു. മെയിൻ ടീമിലേക്ക് വന്ന ഉടനെ തന്നെ ലീഗിലെ ഏറ്റവും മികച്ച ഡിഫൻഡറായി തെരഞ്ഞെടുക്കപ്പെട്ട പെപ്പെ €1 മില്യൺ നൽകി പോർച്ചുഗലിലെ മമ്പൻ ക്ലബായ പോർട്ടോ സ്വന്തമാക്കുന്നു. പോർട്ടോയ്ക്ക് വേണ്ടി ഒരു രക്ഷയില്ലാത്ത പ്രകടനം. പെപ്പയുടെ ആറ്റിറ്റ്യൂഡ്, കില്ലിംഗ് ആറ്റിറ്റ്യൂഡ്. തന്നെ മറികടന്ന് ഒരുത്തൻ പന്തുമായി പോകണമെങ്കിൽ അവൻ എന്നെ കൊല്ലണം, അല്ലാതെ എന്നെ മറികടന്ന് പോകണമെങ്കിൽ ഞാൻ നിന്നെ ശവമാക്കിയിരിക്കും. എതിരാളിയെ കൊല്ലാനും തിന്നാനും യാതൊരു മടിയും കാണിക്കാത്ത ദ അഗ്രസീവ് ആറ്റം ബോംബ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പെപ്പെ പിന്നീട് എത്തിച്ചേർന്നത് €30 മില്യൺ റിയൽ മാഡ്രിഡിലാണ്. റിയൽ മാഡ്രിഡ് നേടിയ എണ്ണിയാലൊടുങ്ങാത്ത കിരീട നേട്ടങ്ങളിലെല്ലാം പെപ്പെ എന്ന കാവൽ പോരാളി കാഴ്ചവെച്ച പ്രതിരോധ പാഠവും വളരെ വലുതാണ്. വേണമെങ്കിൽ മുന്നേറ്റ നിരയിലേക്കും പലപ്പോഴും ഇറങ്ങി ആക്രമിക്കാൻ പെപ്പെ മനസ്സ് കാണിച്ചിരുന്നു. അനിതര സാധാരണമുള്ള വൈദഗ്ധ്യവുമായിട്ട് ഒരുത്തനും പെപ്പയോട് മുട്ടാൻ നിൽക്കില്ല. കാരണം തന്റെ കാൽപന്തിന്റെ മികവ് കൊണ്ട് വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അടിച്ചു വീഴ്ത്തി ചവിട്ടിത്തേക്കുന്ന ഒരു ക്രൂരനെ പെപ്പയിൽ കാണാൻ കഴിയാമായിരുന്നു. പക്ഷേ ആ ക്രൂരതയെല്ലാം തന്റെ ടീമിന്റെ മാത്രമായിരുന്നു. അദ്ദേഹം റിയൽ മാഡ്രിഡിന് വേണ്ടി നിരവധി കിരീടങ്ങൾ നേടിയ ശേഷമാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ട് വീണ്ടും പോർട്ടോയിലേക്ക് പോയത്. ഇനിയൊരു പോർച്ചുഗീസ് ടീമിൽ ബാല്യം ഉണ്ടായിരിക്കില്ല എന്ന് വിശേഷിച്ച പെപ്പെ 41-ാമത്തെ വയസ്സിൽ യൂറോകപ്പിൽ പോർച്ചുഗലിന് വേണ്ടി പന്ത് തട്ടുമ്പോൾ പഴയ കിളവനാണ്. ആ തീയൊക്കെ പോയി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കനൽ കെട്ടിലേക്ക് കൊള്ളുമെന്നല്ല പറയേണ്ടത്. പെപ്പയുടെ കനലിന്റെ ഉഷ്ണത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അങ്ങോട്ട് പന്തുമായിട്ട് ചെന്ന് മെഴുകാൻ നിൽക്കുന്നവനെ എല്ലാം പച്ചയ്ക്ക് കത്തിക്കാനുള്ള ചൂടും ചീരും ഊർജവും താപവും എല്ലാം ഇപ്പോഴും പെപ്പയിലുണ്ട്.